അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 2-3 ദിവസം മുമ്പ് നമ്മൾ കുഴിയെ കുഴിച്ച് സെറ്റാക്കിയിട്ടേക്കുമായിരുന്നു. ഇപ്പോൾ വളങ്ങളൊക്കെ കുറച്ച് മേടിച്ചുകൊണ്ട് വന്നേ, നമ്മുടെ മരങ്ങൾ നടണ്ടേ, അപ്പോൾ അതിനായിട്ട്. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ എല്ലുപൊടിയാണ് ഫസ്റ്റ്. അതിൻ്റെ ഒരു വളക്കടയിൽ പോയി എല്ലുപൊടിയൊക്കെ മേടിച്ചിട്ട് വന്നു. എല്ലുപൊടി 3-4 വളം മേടിച്ചിട്ട് വന്നു. എല്ലുപൊടി, അതേപോലെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ സെറാമിൽ എന്ന് പറഞ്ഞ വളമുണ്ട് അത്, പിന്നെ ഉണക്കച്ചാണകം. ഇത് ഇത്രയൊക്കെ ആയിട്ടാണ് നമ്മൾ വളം കുഴിക്കകത്ത് ഫില്ല് ചെയ്യണം, മറ്റേ മണ്ണൊക്കെ ഇട്ടായിട്ട്. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ എല്ലുപൊടിയൊക്കെ ഇട്ട് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട്, അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സെറാമിൽ എന്നൊരു വളം, എനിക്കറിയത്തില്ല കറക്റ്റ് ആ സംഭവങ്ങൾ ഇട്ട് അതിൻ്റെ കൂടെ കുറച്ച് എല്ലാം ഒരേ ഒരു ചിരട്ട വെച്ച് ഇടുന്നത്, നമ്മുടെ ഈ മിക്സ് എല്ലാം കൂടെ. പിന്നെ നമ്മുടെ എന്താ പറയുക, ഉണക്കച്ചാണകം, അതെല്ലാം കൂടെ അത് നേരത്തെ കുഴിയിലിട്ടുണ്ടായി. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുഴിയിലോട്ട് ഇട്ടിട്ട് പിന്നെ നമുക്ക് മണ്ണുമായിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം. അതിനകത്ത് കുറേ മണ്ണ് ഇടണം. നമ്മുടെ കിളച്ച് മാറ്റി വെച്ച മണ്ണ് കുറച്ച് അതിനകത്തിട്ടിട്ട് അതേപോലെ നല്ലപോലെ മിക്സ് ചെയ്യണം. അമ്മ ആണ് മിക്സ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യ്, അമ്മ കൊക്കത്തില്ല, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ്. അങ്ങനെ ഭയങ്കര ഹെൽപ്പാട്ടോ അമ്മ. അങ്ങനെ ഇറങ്ങാൻ എല്ലാം തയ്യാറെടുപ്പായിട്ട് ഇറങ്ങാൻ പോവാണ്. അമ്മ എന്നിട്ടും തരുന്നില്ല, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടിരിക്കുക. പിന്നെ കുറച്ച് ചാണകം ഉണക്ക ചാണകം കുറച്ച് ഇട്ടിട്ട് കുറച്ചും കൂടെ കുറച്ചിട്ട് വാരിയിടും. പക്ഷേ എനിക്ക് തൃപ്തിയാകുന്നില്ല, കുറച്ച് നല്ലപോലെ ഇടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അങ്ങനെയാണ് കുറച്ചും കൂടെ ഇട്ടത്. അമ്മ പിന്നെ അടുത്ത ചട്ടിയൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്ന ആ സമയം കൊണ്ട് ഞാൻ മറ്റേ കുഴി ഒന്ന് ലെവൽ ചെയ്യട്ടെ. അങ്ങനെ എൻ്റെ ഏകദേശമൊക്കെ ഫില്ലായി കഴിഞ്ഞു. അങ്ങനെ ഞാൻ തൂമ്പ എടുത്ത് ഇറങ്ങി കുഴി തന്നെ ഇതേപോലെ ഒന്ന് മണ്ണും ആ വളവുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ആ സൈഡിലുള്ള മണ്ണ് അതൊക്കെ കല്ലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് സൈഡൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കിയിട്ട് ഇതുപോലെ നല്ല കോൺക്രീറ്റിനും കുഴക്കത്തില്ല, അതേപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ആ വളങ്ങളും മണ്ണും എല്ലാം കൂടെ ഇതേപോലെ മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് ആണ് നമ്മൾ മരം നടേണ്ടത്. അങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മുടെ മാവിനെ തന്നെ എടുക്കാം. അങ്ങനെ മാവ് ഭയങ്കര വെയിറ്റാണ്, പൊക്കാക്കത്തില്ല, അതുപോലെ വെയിറ്റാണ്. ഞാൻ പിന്നെ കുറച്ച് താത്തൊക്കെ വെച്ചിട്ടാണ് എടുത്തിട്ട് പോകുന്നത്. കാരണം ഭയങ്കര വലിയ മാവല്ലേ, മണ്ണും അതുപോലെ കുറേ ഉണ്ട്. ഭയങ്കര വെയിറ്റ് കാരണം കഷ്ടപ്പെട്ട് വെച്ചാണ് കൊണ്ടുപോകുന്നത്. അമ്മ പറഞ്ഞു, അമ്മ സഹായിക്കാൻ പറഞ്ഞു. വേണ്ടമ്മ, അമ്മ വീഡിയോ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ കുറേ അടുത്ത് വെച്ച് ബാക്കിൽ കൊണ്ടുപോകണമല്ലോ. അങ്ങനെ അമ്മ സ്റ്റോപ്പ് ചെയ്യുന്ന ഞാൻ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ കുഴിയുടെ എത്തി. അങ്ങനെ കൊണ്ട് വെച്ച് ആ സൈഡിലത്തെ പ്ലാസ്റ്റിക്കൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇറക്കി വെക്കണം. ആദ്യമേ അമ്മ 2 സൈഡിലത്തെയും പ്ലാസ്റ്റിക്കുകൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു, അമ്മ ഇറക്കി വെച്ചിട്ട് മാറ്റുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ മണ്ണിളകി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, അതല്ല, ഇതുപോലെ ഫസ്റ്റ് തന്നെ നമ്മൾ കട്ട് ചെയ്ത് പ്ലാസ്റ്റിക് 2 സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ആ തയ്യെ ഉള്ളിലോട്ട് ഇറക്കി വെക്കേണ്ടത്. അങ്ങനെ ഇറക്കി വെക്കാനായിട്ടൊക്കെ ആയിട്ട് പോകുന്നു. ഫസ്റ്റ് തന്നെ ഞങ്ങൾ വലിച്ച് കുഴിയിലോട്ട് പോകുന്നു. ഭയങ്കര വെയിറ്റോടെ ഞങ്ങൾ 2 പേരുടെ പിടിച്ച് പോക്കുന്നത്, കുഴി വെച്ച്. അപ്പോൾ പ്ലാസ്റ്റിക് എടുത്ത് മാറ്റണമല്ലോ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ കുറച്ചും കൂടെ കട്ടാവാനുണ്ടായിരുന്നു. അങ്ങനെ 3-4 സൈഡായിട്ട് കട്ട് ചെയ്യണമായിരുന്നു. ചിലപ്പോൾ വേരെങ്ങനെ മുറിഞ്ഞു പോയാലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അമ്മായി ഇത് തന്നെ പറഞ്ഞത്, ഇതേപോലെ 3-4 സൈഡ് കട്ട് ചെയ്തിട്ട് വെക്കാൻ പാടുള്ളൂ പറഞ്ഞു. അങ്ങനെ കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഞാൻ അമ്മടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ പൊക്കാം, ഒരു കാര്യം ചെയ്യ്, ആ പ്ലാസ്റ്റിക് അങ്ങ് വലിച്ചിറക്കാൻ പറഞ്ഞു. അങ്ങനെ കഷ്ടപ്പെട്ട് പൊക്കി. അമ്മ എത്തുന്നില്ല, പൊക്കടാന്ന് പറഞ്ഞു. അങ്ങനെ പൊക്കിയിട്ട് വീണ്ടും കുഴിയിലോട്ട് ഇറക്കി വെച്ച് സെറ്റ് ചെയ്ത് ഇനിയും മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കണം. അതിന് ഞാൻ ചോദിച്ചു, അമ്മ ലെവൽ തന്നെയാണോ, നേരെ തന്നെ ഇരിക്കുന്നത് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞാൽ കറക്റ്റ് തന്നെയാണ്, വെച്ചോളാൻ പറഞ്ഞു. ഒന്നും നോക്കണ്ട, അങ്ങ് വെച്ചോളാൻ പറഞ്ഞു. മണ്ണൊക്കെ ഇട്ട് അങ്ങനെ സെറ്റാക്കണമല്ലോ ഇനി. അങ്ങനെ മണ്ണൊക്കെ ഇടാൻ പോകണതേ. ഞങ്ങൾ കുറച്ച് കൈ കൊണ്ടൊക്കെ വരയൊക്കെ ഇട്ട് സെറ്റാക്കണം ഫസ്റ്റ് തന്നെ, എന്തെങ്കിലും ഇതാവേണ്ടേ. അതിന് വേണ്ടി മണ്ണൊക്കെ സെറ്റാക്കിയിട്ട് തൂമ്പ അമ്മ ഒരെണ്ണം എടുത്തു. അമ്മയെക്കൊണ്ട് പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കാരണം ഞാൻ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യ്, അമ്മ വീഡിയോ എടുക്ക്, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു.
പറ്റത്തില്ല. അമ്മക്ക് ഫസ്റ്റ് ചെയ്യണം എല്ലാ കാര്യങ്ങളും. അതാണ് അമ്മ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മാവ് അങ്ങനെ സെറ്റാക്കി കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ എന്താ പറയുക, ഈ അബിയു എടുക്കണം. അബിയു എടുക്കാൻ വേണ്ടി അബിയുവിനും നല്ല വെയിറ്റാണ് കേട്ടോ, ഭയങ്കര അത്യാവശ്യം. അതും നല്ല വലിയ മരമാണ്. അങ്ങനെ അബിയും ഇതേ കൊണ്ടുവെക്കാൻ പോവുകയാണ്. ഇതേപോലെ തന്നെയാണ് മെത്തേഡ്. അതും ഭയങ്കര ഹെവിയാണ്. അമ്മക്ക് എന്നിട്ട് മനസ്സ് വരുന്നില്ല ഞാൻ തന്നെ പൊക്കുന്നതുകൊണ്ടേ. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ സഹായിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേറെ കുഴപ്പമില്ല, വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ട് ഓടുക പറ്റാത്തത് കൊണ്ട്, ഭയങ്കര വെയിറ്റല്ലേ. അതാരം കൊണ്ട് ഓടി ബാക്കിൽ പോകണം, കുറേ ദൂരത്ത് പോകണം. വീടിൻ്റെ ഏറ്റവും ബാക്കിലാണ് പോകേണ്ടത്. അങ്ങനെ കുറേ അടുത്ത് വെച്ച് ഞങ്ങൾ എത്താറായി. ഏകദേശം നമ്മൾ വീടെത്തി, കുഴിയുടെ അവിടെ എത്തി. അവിടെ കൊണ്ട് വെക്കണമല്ലോ. അടുത്തത് നമ്മുടെ ജാതി, അത് അമ്മ എടുക്കാമെന്ന് പറഞ്ഞു. ഭയങ്കര വെയിറ്റാണ്. അമ്മ വെച്ചേക്കൊരു കാര്യം ചെയ്യും, അമ്മ വീടും വീഡിയോ തന്നെ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് എടുപ്പിക്കാൻ പറ്റത്തില്ല, പാവമല്ലേ. അതാണ് ഞാൻ സ്വന്തമായിട്ട് ആ ജാതിയും എല്ലാ മരങ്ങളും, ആ ജാതി, ഇനി അമ്പഴവും ജാതിയും നമ്മുടെ ബിയറാപ്പിളും ഉണ്ട്, ഇത് മൂന്നും. അത് ഓരോന്നായിട്ട് കൊണ്ട് വെക്കുമോ. ഇനി അമ്പഴം ചെയ്യേണ്ട, അമ്പഴം ഏകദേശം ഇലയൊക്കെ ഇങ്ങനെ പഴുത്തുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് 2-3 ദിവസം വെച്ച് ഇവിടെ, അതുകൊണ്ടായിരിക്കും മിക്കവാറും വെയിലൊക്കെ തട്ടിയായിരിക്കും, അറിയത്തില്ല. അങ്ങനെ അമ്പഴം കൊണ്ട് വെക്കണം. എല്ലാം അങ്ങനെ കൊണ്ടുവച്ച് ഇനി അടുത്തത് നമ്മൾ എല്ലാം സെറ്റായി കഴിഞ്ഞു, ഏകദേശമൊക്കെ സെറ്റായി കഴിഞ്ഞു. നട്ടിട്ട് ഇനിയിപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഏകദേശം ഞങ്ങൾ ഇതും കൂടെ കൊണ്ട് നട്ടാൽ പിന്നെ കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതും കൊണ്ട് ഓടുകയാണ് വെക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഇതും കൂടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജോലിയെല്ലാം തീർന്നിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും ഒന്ന് മറയ്ക്കണം. പന്നി ശല്യം ഭയങ്കരമുണ്ട് ഈ ഏരിയയിലൊക്കെ. അപ്പോൾ അത് കാരണം അത് ചുറ്റൊക്കെ ഒന്ന് മറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് സേഫ്റ്റിയായി. അതിന് നീ ഷോപ്പിൽ നാളെ അങ്ങനെ ഷോപ്പിലങ്ങ് പോയി ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇനി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.